കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഒരു യാത്ര പോവാണ് കേട്ടോ. നമ്മൾ മലപ്പുറത്തേക്ക് യാത്ര പോവാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ നമ്മളെ കസിനില്ലേ സൂര്യയും കൂടെ ഒന്ന് മലപ്പുറം പോവാണ്. അപ്പോൾ നമ്മളെ കൂടെ TTC പഠിച്ച ചിഞ്ചു ചേച്ചി മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സൂര്യ സൗദിയിൽ നിന്ന് ഇപ്പോൾ ലീവിന് വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടലുണ്ട്. പിന്നെ നമ്മളെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, ബിസ്മി. ഓക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. അപ്പോൾ എപ്പോഴും നമ്മൾ വന്നു കഴിഞ്ഞാൽ തളിപ്പറമ്പിൽ കൂടും. അപ്പോൾ ഇപ്രാവശ്യം ചിഞ്ചേച്ചിക്ക് ജോലി മലപ്പുറത്താണ്. അപ്പം എക്സാം ഡ്യൂട്ടി എല്ലാം ആയതുകൊണ്ട് നാട്ടിലേക്ക് വരേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് മലപ്പുറത്ത് പോയിട്ട് ചിഞ്ചേച്ചിനെ കാണാമെന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ഉച്ചക്കത്തെ ട്രെയിന് നമ്മൾ പോകാൻ പോകുമെന്ന്. എന്നിട്ട് നാളെ ഇന്ന് കോഴിക്കോടെല്ലാം എന്തോ സ്ഥലമെല്ലാം കണ്ടു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചിഞ്ചേച്ചി. അങ്ങനെ കോഴിക്കോടെല്ലാം ഒന്ന് കറങ്ങിയിട്ട് നാളെ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തുമായിരിക്കും കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ടില്ലേ തിരക്കിലാണ്. ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കലാണ്. മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എക്സാം ഉണ്ട്, അവർ പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഞാൻ പോവും. അപ്പോൾ എന്തായാലും പോകുന്ന വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാൻ എന്തായാലും റെഡി ആവട്ടെ. അപ്പോൾ ഞാൻ റെഡിയായി. സമയം 12 മണി ആവാനായിട്ടുണ്ടായിരുന്നു. നമുക്ക് 12:15 ബസ്. അപ്പോൾ അതിന് പോകണം. കണ്ണൂരിൽ നിന്ന് 2:50 കേട്ടോ ട്രെയിൻ. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. സൂര്യയുടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫാക്കിയിട്ടില്ല, ഒന്നും കൂടി ഒന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റായി. ഞാൻ സൂര്യേൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് കുറച്ച് ചോറ് കൊണ്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിന്. പിന്നെ ബസ് ലേറ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരക്കിട്ട് വേഗം പോകുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലപ്പുറത്തേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ കോഴിക്കോട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോന്നുന്നു നമ്മൾ മലപ്പുറത്താണ് കേട്ടോ പോകുന്നത്. അവിടെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണാനുണ്ട് എന്ന് ചിഞ്ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മൾ പോകാൻ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ബിസ്മീനെ നമുക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയിലും അവിടെ എത്തിയിട്ടെല്ലാം നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ബസ് കയറി തളിപ്പറമ്പിലെത്തി. തളിപ്പറമ്പിൽ നിന്ന് പിന്നെ നേരെ നമ്മൾ കണ്ണൂരേക്ക് ബസ് കയറി. പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ലേറ്റായി പോകുമെന്ന്. പക്ഷേ ബസ് നല്ല സ്പീഡിലായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, അടുത്ത് തന്നെയാണ്. എന്നാലും നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ കിട്ടാണ്ടായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ട്രെയിൻ കിട്ടാണ്ടിരിക്കൊന്നുമില്ല. നമ്മൾ ഏകദേശം ഒരു 2:15 ആകുമ്പോഴത്തേക്ക് ബസ് ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ 2:40 ട്രെയിൻ. സമയമുണ്ട്, എന്നാലും നമുക്ക് പിന്നെ വേഗം പോയി കഴിഞ്ഞാൽ സീറ്റെല്ലാം കിട്ടുമല്ലോ. ട്രെയിൻ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് സീറ്റെല്ലാം ഉണ്ടാവുന്നില്ല പ്രതീക്ഷ ഉണ്ടായിന്. അങ്ങനെ എന്തായാലും നമ്മളിതാ സ്റ്റേഷനിലെത്തി. വേഗം തന്നെ പോയിട്ട് ടിക്കറ്റെല്ലാം എടുത്തു. നമ്മൾ രണ്ടാളും മാത്രമാണ് കേട്ടോ പോകുന്നത്, വേറെ ആരുമില്ല. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ പോയിട്ട് ടിക്കറ്റെല്ലാം എടുത്തു. ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രെയിൻ സൈഡിലേക്ക് കൂടി അവിടെ വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പോയിരുന്നു. സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിനെ. വലിയ തിരക്കൊന്നും നമ്മൾ കയറുമ്പം ഉണ്ടായിട്ടില്ല. നമുക്ക് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിന്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങാനായല്ലോ. പിന്നെ കോഴിക്കോട് എത്തിയാൽ നമുക്കൊന്ന് സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിലിരുന്നിട്ട് ഇങ്ങനെ നമ്മളെ യാത്ര ആസ്വദിക്കാൻ ഭയങ്കര രസമല്ലേ. പക്ഷേ നമുക്ക് ആ സൈഡ് സീറ്റ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മളെ ചിഞ്ചേച്ചി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെ എവിടെയാ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. നമ്മൾ 2:50 ട്രെയിൻ കയറിയിട്ട് ഏകദേശം ഒരു 4:40 കറക്റ്റ് 2 മണിക്കൂറിൻ്റെ യാത്രയാണ് കേട്ടോ. 4:40 ആകുമ്പോഴത്തേക്ക് പിന്നെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ചിഞ്ചേച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ചിഞ്ചേച്ചീൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദൂരെ നിങ്ങൾ കാണുന്ന കണ്ടോ, ഒരു പിങ്ക് ഷോൾ ഇട്ടിട്ട് നിൽക്കുന്നത്, അതാണ് കേട്ടോ നമ്മളെ ചിഞ്ചേച്ചി. കണ്ട, ഇതാണ് ചിഞ്ചേച്ചി. അങ്ങനെ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ സൂര്യ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിഞ്ചേച്ചീനെ അവിടെ. പിന്നെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇതാ ചിഞ്ചേച്ചി വന്ന വണ്ടി ഉണ്ടായിന്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പരപ്പനങ്ങാടി എന്ന് പറയുന്ന പരപ്പനങ്ങാടിയിലാണ് നമ്മൾ ഇറങ്ങിയത്. ചിഞ്ചേച്ചി വർക്ക് ചെയ്യുന്നത് വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഓടിച്ച ചേട്ടൻ പറഞ്ഞ് പിന്നെ ഇവിടെ നല്ലൊരു ഷോപ്പുണ്ട്, ഒരു ബേക്കറി ഉണ്ട്, അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോവുക. കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നോമ്പിൻ്റെ സമയമെല്ലാം ആയതുകൊണ്ട് കടയൊന്നും ഓപ്പൺ ആയിരിക്കില്ല പോലും. അങ്ങനെ നമ്മളിതാ നല്ല ചൂട് ചായയും പിന്നെ ചിക്കൻ റോളും കഴിച്ചു കേട്ടോ. അത് കഴിച്ചിട്ട് വീണ്ടും നമ്മളെ യാത്ര തുടർന്നു.
അപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ ഓരോ കാഴ്ചകളെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വന്നിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ പരപ്പനങ്ങാടി ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മൾ കടയിൽ നിൽക്കുവാണ് കേട്ടോ. ആ സാധനങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ വേറെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് അതിന് ചിഞ്ചുച്ചിക്ക്. അങ്ങനെ നമ്മളിതാ സാധനങ്ങൾ വാങ്ങിയിട്ടാകുമ്പോൾ പിന്നെ ഇവിടുന്ന് അത്രയും നടന്ന് പോകാനല്ലോ കേട്ടോ ചിഞ്ചുച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. റൂമിലെത്തിക്കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ നമ്മൾ കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. ഞാനും ചിഞ്ചു ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബിസ്മീൻ്റെ കല്യാണത്തിനാണെന്ന് തോന്നുന്നു ലാസ്റ്റ് കണ്ടിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്നു. അതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുകയാണേ. ഇതിൻ്റെ അടുത്തൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ റെഡിയാവുമെന്ന്. എന്തായാലും പോയി വരുമ്പോഴത്തേക്ക് നമ്മളാകെ പിന്നെ വേർത്ത് ക്ഷീണം പിടിക്കും. അതുകൊണ്ട് വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഒന്ന് നടന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ പോകാൻ വേണ്ടി റെഡിയാവുമെന്നേ. റെഡിയായിട്ട് വാതിലെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങാൻ നോക്കുവാണ്. ഏകദേശം സന്ധ്യസമയം ആയിട്ടുണ്ട്. പിന്നെ ചിഞ്ചുവേച്ചിൻ്റെ കൂടെ ഇവിടെ വേറൊരു ടീച്ചറും കൂടെ താമസമുണ്ട്. നമ്മളെ കണ്ണൂരിൽ തന്നെയാണ്. അപ്പോൾ ടീച്ചർക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ ടീച്ചർ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചിഞ്ചുച്ചിയുടെ ഒറ്റയ്ക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും നമ്മളിതാ പോവുകയാണ്. അപ്പോൾ അടുത്തുള്ളൊരു സഭാ സ്ക്വയർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ച് ദൂരേ ഉള്ളൂ. പിന്നെ ചിഞ്ചേച്ചി പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഓട്ടോക്ക് പോവാം, തിരിച്ച് വരുമ്പോൾ നമുക്ക് നല്ല നടന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ കാണുന്നത് ഒരു സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളല്ല, ചിഞ്ചേച്ചി വർക്ക് ചെയ്യുന്ന സ്കൂള് ഞാൻ പോകുന്ന വഴിയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇതടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളാണ് ഈ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്നത്. അങ്ങനെ എന്തായാലും നമ്മളിതാ പിന്നെ ഓട്ടോ കയറി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുമെന്ന്.
ഞാൻ പറഞ്ഞില്ലേ ഇത് പരപ്പനങ്ങാടി അല്ല, പരപ്പനങ്ങാടി അല്ല, സോറി, പിന്നെ വേങ്ങര ടൗണാണ്. വേങ്ങര പരപ്പനങ്ങാടിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് ചിഞ്ചേച്ചി വർക്ക് ചെയ്യുന്ന സ്കൂള്, വേങ്ങര സ്കൂൾ കേട്ടോ. ഈ സൈഡിൽ ഇപ്പം കാണും കേട്ടോ, കണ്ട സൈഡിൽ മതിലിൻ്റെ അപ്പുറത്ത് ഇതാണ് കേട്ടോ ചിഞ്ചേച്ചി വർക്ക് ചെയ്യുന്ന സ്കൂള്. അങ്ങനെ സ്കൂളെല്ലാം കാണിച്ചു തന്ന് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മളിതാ സഭാ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കി നട്ടോട്ടോടുന്ന ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ എന്നല്ല, സ്വന്തം നാട്ടുകാരെ കാര്യത്തിലും കൂടെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മലപ്പുറംകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ എന്തോ ഒരു പേര് തന്നെയാണെന്ന് തോന്നട്ടാ. സഭാ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആ പേരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പേര് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വഴിയെ പോകുമ്പോൾ ആ വീട് കാണും തോന്നുന്നു. അപ്പോൾ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഈ വേങ്ങര നാട്ടുകാർക്ക് പിന്നെ നടക്കാനും അതുപോലെ വൈകുന്നേരം ഒഴിവ് സമയങ്ങളിൽ പോയി ഇരിക്കാനും ഒന്നൊരു സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണിത്. അങ്ങനെ അദ്ദേഹം പിന്നെ ഉണ്ടാക്കിയൊരു സ്ഥലമാണ് കേട്ടോ. അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് തുടങ്ങിയതെന്നാണ് പറഞ്ഞത്. അവിടെ കളിയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് 400 മീറ്റർ, ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ 400 മീറ്റർ സ്ഥലമുണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു പബ്ലിക് ജിമ്മും കൂടി ഇടിയുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ ആരോഗ്യകാര്യത്തിലും അദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ജിമ്മിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. നമ്മൾ പോയ സമയത്ത് തന്നെ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിന് കുറേ റൗണ്ട് അവരിങ്ങനെ നടക്കും. അതിന് ശേഷം ആ ജിമ്മിൽ കയറി വർക്കൗട്ട് ചെയ്യും. അങ്ങനെയല്ല കേട്ടോ. പിന്നീട് ഇനി പുതിയ ഒരുപാട് പ്രൊജക്റ്റുകൾ വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എന്തെല്ലാമെന്ന് അറിയില്ല. അപ്പോൾ അതിനുള്ള പണിയെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തൊഴിലാളികളെല്ലാം അവിടെ കണ്ടിന്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ വന്നിരിക്കാനും പിന്നെ കുറച്ചേരം ഫാമിലി ആയിട്ട് വന്നിരിക്കാനും ഫ്രണ്ട്സുമായിട്ട് വന്നിരിക്കാനും പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഗാർഡനും നല്ല ഒരുപാട് ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു രാത്രിയാകുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുക. അപ്പം നമ്മൾ ഏകദേശം ഒരു ഇരുട്ടുന്നതിന് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിനി. അങ്ങനെ നമ്മളിതാ കുറേ സമയം ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ച് സമയം അവിടെ ജിമ്മിൽ പോയിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ പാർക്കിലെല്ലാം ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുഡ് കൗണ്ടറെല്ലാം ഉണ്ട്. പിന്നെ നോമ്പായതുകൊണ്ടാണെന്നറിയില്ല, അതൊന്നും ഓപ്പൺ ആയിരുന്നില്ല. അങ്ങനെ അത്യാവശ്യം ജനങ്ങൾക്ക് ഈ ഒരു സൈഡിലെങ്ങാനും ഈ നമ്മളിരിക്കുന്നില്ലേ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടുന്ന് കാണുന്നുണ്ടായിട്ടില്ല. അങ്ങനെ എന്തായാലും ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് വാ.
അങ്ങനെ കുറേ സമയം നമ്മൾ അതിൻ്റെ ഉള്ളിലിരുന്ന് വർത്താനെല്ലാം പറഞ്ഞു, ഫോട്ടോസ് എടുത്തു, കുറേ സമയം ജിമ്മിലിരുന്ന് പിന്നെ അങ്ങനെ എന്താണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നൊരു ചെക്കനെ കൊണ്ട് നമ്മൾ കുറേ ഫോട്ടോസെല്ലാം എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആകുമ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹോട്ടൽ തപ്പി. ഒന്നാമത് നോമ്പ് സമയം ആയതുകൊണ്ട് അടിയിലെ കടകളൊന്നും അങ്ങനെ ഓപ്പൺ ആയിരുന്നില്ല. ലാസ്റ്റ് നമ്മളിതാ തപ്പി ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കയറി കൈയെല്ലാം കഴുകി ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോയ സാധനം അവിടെ ഇല്ലയെന്ന് മനസ്സിലായത്. അങ്ങനെ പിന്നെ ആടുന്നു ഇറങ്ങി നമ്മളിതാ അടുത്ത ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറി മെനു എല്ലാം നോക്കി എന്താ വേണ്ടതെന്നെല്ലാം ചോദിച്ച്. പിന്നെ നമ്മളിതാ മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊജിറ്റോ ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ കുടിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ എന്തായാലും മൊജിറ്റോ നമ്മൾ മൂന്ന് ഫ്ലേവറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ മൂന്നാളും മാറി മൂന്നും ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടാകുമ്പോൾ ലാസ്റ്റ് ഏതോ ബ്ലൂബെറിയും പിന്നെ സ്ട്രോബെറിയും പിന്നെ ബ്ലൂ ലഗൂണ അങ്ങനെ എന്തോ ഒരു സംഭവം എന്നിട്ട് എനിക്ക് ഓർമ്മയില്ല ഇപ്പം. അതിൽ ആ റെഡ് കളറിൽ കാണുന്നത് അങ്ങനെയാണ് കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിന്. എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മൂന്നാളും ഇത് കുടിച്ചു. പിന്നെ എന്താണിപ്പോൾ പെരി സംഭവത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലപ്പോൾ. ഫ്രഞ്ച് ഫ്രൈസ് പെരി ഫ്രഞ്ച് ഫ്രൈസുമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അതും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇവരപ്പുറം പോയിട്ട് ഞാനങ്ങനെ കഴിക്കാത്ത 1-2 ഐറ്റംസ് എല്ലാം കഴിച്ചോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളിങ്ങനെ കഴിക്കണം എന്നെല്ലാം ആഗ്രഹിച്ചിരുന്ന ഓരോ സാധനങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ അപ്പോൾ രണ്ടാളും കൂടെ എന്നെ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ടായിന്. ഇത് വേറെ തന്നെ നമുക്കൊരു അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതും ഇതുപോലെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പോകുന്നതും എല്ലാം വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 2 ദിവസം എന്തായാലും ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് സൂര്യോടും ചിഞ്ചിച്ചിടാണ് കേട്ടോ ഞാൻ താങ്ക്സ് പറയുന്നത്. അവരെന്നെ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നീട് അടുത്ത ഹോട്ടലിലേക്ക് പോവുകയാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ വേങ്ങര ടൗണിൽ എത്തിയിട്ടാ, ചിഞ്ചിച്ച് താമസിക്കുന്നതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ നമ്മളിപ്പം കഴിച്ചിട്ട് വന്നതല്ലേല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളെ വയറ് അത്യാവശ്യം ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഫുഡ് പാഴ്സൽ വാങ്ങാം, വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങുവാന്ന് കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ലൈറ്റായിട്ടാണ് കഴിച്ചിരുന്നത്. എന്നാലും ആ ഒരു മൊജിറ്റോയും കുടിച്ച് ആ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം തിന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം വയറെല്ലാം ഫുള്ളായിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ആ വീട്ടിലെത്തിയിട്ട് പിന്നെ വേഗം നമ്മളിതാ ഓരോരാളായിട്ട് കുളിക്കാൻ വേണ്ടി പോവാനേ. അങ്ങനെ എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരുപാട് സമയം വർത്തമാനം പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇറയത്ത് പോയിരുന്നിട്ട്, ഇറയത്ത് പറഞ്ഞാൽ മുകളിൽ സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അവിടെ ഇരുന്ന് നമ്മൾ ഒരുപാട് സമയം വർത്തമാനമെല്ലാം പറഞ്ഞു. ആ സമയത്തെല്ലാം ഫോൺ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉണ്ടായിന്, അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഒരു 11 മണി ആ സമയമാകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. തീരെ വിശക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും നമ്മൾ ഫുഡ് തണിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് പിന്നെ വേഗം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസാണ് കേട്ടോ നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസും സോസും മയോണൈസും എല്ലാം കൂടെ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ, ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചിഞ്ചേച്ചിയുടെ സൈഡിൽ നിന്നിട്ട് നമുക്ക് വിളമ്പിത്തരലായിരുന്നു. അങ്ങനെ പിന്നെ മൂന്നാളും കൂടെ ഇതാ ഫ്രൈഡ് റൈസ് എല്ലാം കഴിച്ച്. പിന്നെ ഇതൊന്നും തന്നിട്ടും ചിഞ്ചേച്ചിക്ക് തീരെ തൃപ്തിയായിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അടുത്ത ദിവസം പറയാൻ നമ്മൾ തിരിച്ചു വരാൻ നോക്കുമ്പോൾ പറയാൻ നിങ്ങൾക്കൊന്നും തന്നിട്ട് എനിക്ക് തൃപ്തിയായിട്ടില്ല, മര്യാദക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ പറ്റിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പറയലായിരുന്നു കേട്ടോ. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുകയും ചെയ്തിന്, പുറത്തുനിന്ന് വാങ്ങിത്തരുമെല്ലാം ചെയ്തിട്ടുണ്ടായിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്തിരിയെല്ലാം കഴുകി കൊണ്ട് തന്നിട്ടുണ്ടായിന്. അങ്ങനെ മുന്തിരിയെല്ലാം തിന്നുകൊണ്ട് വീണ്ടും നമ്മളിതാ പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ പറയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബിസ്മിക്ക് മെസ്സേജ് അയച്ചു. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എല്ലാം ഫോട്ടോ എല്ലാം എടുത്ത് ബിസ്മിക്ക് അയച്ചു കൊടുത്ത് അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണിയെല്ലാം കഴിഞ്ഞ നേരം നമ്മളിതാ പോയി കിടന്നിട്ടുണ്ട്. ഓരോരാൾ ഓരോ റൂമിലാണ് കേട്ടോ കിടന്നിട്ടുണ്ടായത്. അപ്പോൾ സ്ഥലം മാറി കിടന്നതുകൊണ്ട് തന്നെ തീരെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എനക്കൊന്ന് മോളെ അടുത്ത് കിടക്കുന്നില്ലേ, അപ്പോൾ മോളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എല്ലാം കൂടെ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു, ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇതെല്ലാം പിന്നെ നമ്മൾ സഭാ സ്ക്വയറിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. അതും കൂടെ നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിയാണ്. പിന്നെ അടുത്ത ദിവസം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിനി, അതിൻ്റെ വീഡിയോസും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ട് തന്നെ അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഈ വീഡിയോ തന്നെ ഇനി എപ്പോൾ പോസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല, എഡിറ്റ് ചെയ്ത് വെച്ചിട്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പിന്നെ നമ്മളെ പഴയ വീഡിയോസും കൂടി കാണാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.